start your evening. Here is ITL World Junior Idol Season 2. എല്ലാവർക്കും ITL World Junior Idol Season 2ന്റെ 5th സ്റ്റേജ് കോമ്പറ്റീഷന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ITL World Junior Idol Season 2. എല്ലാവരും പെർഫോമൻസിനായി വെയിറ്റ് ചെയ്തിരിക്കാന്ന് എനിക്കറിയാം. അതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യണം. വിജയ് ബാൽ, റിമി ടോമി ആൻഡ് അനൂപ് ശങ്കർ. ഇന്നത്തെ ഒരു കളർഫുൾ എപ്പിസോഡിൽ നമ്മുടെ ഫസ്റ്റ് പെർഫോമറെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ITL World Junior Idol Season 2ന്റെ വളരെ ടാലന്റഡ് ആയ ഒരു സിംഗറാണ് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത്. ബിൻഹ റോസ് ആണ്. നൊസ്റ്റാൾജിയ റൗണ്ടുമായി എത്തുന്നു ബിൻഹ. ബിൻഹ ചേച്ചി 5th സ്റ്റേജിലെ മറ്റൊരു പെർഫോമൻസിന് റെഡിയായി വന്നിരിക്കുകയാണ് അല്ലേ? ഏത് സോങ് അമ്മോട് സെലക്ട് ചെയ്തിരിക്കുന്നത്? നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന ഫിലിമിലെ 1000 കണ്ണുമായി. വളരെ നൊസ്റ്റാൾജിക് ആയ ഒരു സോങ് ആണ്. നന്നായിട്ട് പാടുക ബിൻഹ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ഹാവ് എ ലുക്ക്.
നല്ല പെർഫോമൻസ് ആയിരുന്നു ബിൻഹ, നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. ആൻഡ് നമ്മുടെ കോറസ് ആരൊക്കെയായിരുന്നു ചെയ്തത്? ആയിഷ, ഉണ്ണിമായ, ഗ്രീഷ്മ. അവർക്ക് വലിയൊരു കൈയടി കൊടുക്കാം. നല്ലൊരു സപ്പോർട്ട് അവർ ബിൻഹയ്ക്ക് കൊടുത്തു. ബിൻഹ, ഇനി പെർഫോമൻസിനെ കുറിച്ചുള്ള കമന്റ്സ് നമുക്കറിയാം. ചേട്ടാ. ബിൻഹ അസലായിട്ട് പാടി കേട്ടോ, ഒരു തെറ്റും എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തെയോ അല്ലെങ്കിൽ ഒരു തലമുറയോ ഒക്കെ സ്വാധീനിക്കുന്ന പാട്ട് എന്ന് പറയുന്നതിന്റെ ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണമാണ് ഈ പാട്ട് ആയിരം കണ്ണുമായി. കാരണം ഒരു സമയത്ത് എല്ലാവരുടെയും ചുണ്ടിൽ ഉണ്ടായിരുന്ന ഒരു പാട്ടാണ്. അത് മാത്രമല്ല, അന്നൊക്കെ മലയാള സിനിമയിൽ പാട്ടുകളിൽ അത്യാവശ്യം സംഗീതം അഭ്യസിച്ച ആൾക്കാർക്കോ അങ്ങനെയുള്ളവർക്ക് മാത്രം പാടാവുന്ന പാട്ടുകളാണ് അന്ന് ഇറങ്ങിയിരുന്നത്. പക്ഷെ ഈ പാട്ട് അതിനൊരു എല്ലാവർക്കും മൂളിപ്പാട്ടായിട്ട് പാടാവുന്ന ഒരു പാട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വളരെ ജനകീയമായി ആ പാട്ട്. ശ്രീ ജെറി അമൽദേവ് ആണ് ഇതിന്റെ സംഗീതം. അദ്ദേഹം ഒരു വെസ്റ്റേൺ മ്യൂസിക്കിലൊക്കെ ഒരുപാട് ജ്ഞാനമുള്ള ആളാണ്. അത് കൂടാതെ ശ്രീ നൌഷാദിനെ പോലെയുള്ള അഗ്രഗണ്യനായിട്ടുള്ള സംഗീത ചക്രവർത്തിയോടൊപ്പം അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പാരമ്പര്യമുള്ള ഒരു മ്യൂസീഷ്യനാണ് അദ്ദേഹം. ജെറി മാഷിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തൊട്ടാണ് അദ്ദേഹം ചെയ്തത്. വെർസറ്റൈൽ മ്യൂസീഷ്യനാണ് ഒരുപാട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കൊയർ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഈ പാട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ സിനിമയുടെ സിറ്റുവേഷനൊക്കെ അതിനെ മാച്ച് ചെയ്യുന്നതാണ്. എഴുതിയിട്ടുള്ളത് ബിച്ചു തിരുമലയാണ്. ബിച്ചു തിരുമല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മലയാള ചലച്ചിത്ര സംഗീതത്തിന് ഒരു അനുഗ്രഹം തന്നെയാണ് അദ്ദേഹം. കാരണം മലയാള ഭാഷ ചില ട്യൂണുകൾക്ക് വഴങ്ങാത്ത ഭാഷയാണെന്ന് ഒരു അപവാദമുണ്ട്. കുറച്ചൊരു ക്ലാസി ആയിട്ടുള്ള നിൽക്കുന്ന പാട്ടുകൾക്ക് മലയാള ഭാഷ തമിഴ് പോലെ ഫ്ലെക്സിബിൾ അല്ല എന്നുള്ള ഇതിന് ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു കവിയാണ് അദ്ദേഹം. എന്ത് ട്യൂൺ കൊടുത്താലും അദ്ദേഹം പുല്ലുപോലെ അതും അർത്ഥസമ്പുഷ്ടമായിട്ട് എന്ത് വാക്കുകളിലും അദ്ദേഹം എഴുതും. അത് നല്ല ഒരു മ്യൂസിക്കൽ സോങ് ആണ്. നേരത്തെ ശ്രുതിയിൽ നിന്ന് വരും പാടി. അതുപോലെ അദ്ദേഹം തന്നെയാണ് ഉന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നുങ്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ പടകാളി എന്ന് പറയുന്ന പാട്ട്. അങ്ങനെ എന്തും. ഇപ്പൊ ഔസേപ്പച്ചൻ സാറ് കഴിഞ്ഞ ദിവസം TV-യിൽ ഒരു പ്രോഗ്രാമിന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മള് ഒരു കവിക്ക് കൊടുക്കാൻ പേടിക്കുന്ന ഒരു ട്യൂണാണ് ആ ഇതിലെ ഉണ്ണികളെ ഒരു കഥ പറയാം. അതായത് ഇങ്ങനെ ട്യൂൺ കൊടുത്തപ്പോ വാഴപ്പൂങ്കിളികൾ ഒരു പിടിനാരുകൊണ്ടു ചെറുകൂടുകൾ മെനയുമൂളപ്പീലിയിലാകെ നനുനനെ വാഴപ്പൂങ്കിളി, അങ്ങനെ വാക്കുകളുടെ ഒരു നിര തന്നെ. അദ്ദേഹം ഒരുപാട് പദസമ്പത്തുള്ളൊരു കവിയാണ്. അദ്ദേഹത്തിനൊരു പ്രണാമം മലയാള സിനിമയുടെ ഒരു എന്തായാലും മനോഹരമായിട്ട് പാടി. ഹാർമോണിയം അസലായിട്ട് പാടി. നല്ല ഒരു ലൈവായിട്ട് അങ്ങനെ തെറ്റിക്കാതെ പാടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എല്ലാം കൊണ്ടും നന്നായി കേട്ടോ. ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ. ബിൻഹ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ബിൻഹയ്ക്ക് മറ്റുള്ളവരുടെ സഹായം കിട്ടുന്നു അല്ലേ? പക്ഷെ ഈ പാട്ടിലൊക്കെ കോറസ് ഭയങ്കരമായിട്ട് വേണം. അവരൊത്തിരി ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഈ പാട്ട് ശരിക്കും നൊസ്റ്റാൾജിയ റൗണ്ടിൽ ഏറ്റവും അർത്ഥവത്തായ ഒരു പാട്ടായിരുന്നു. നേരത്തെ ഒരു വട്ടം കൂടി അതേപോലത്തെ പാട്ട് ശരിക്കും ആയിരം കണ്ണുമായി. ശരിയാണ്, എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും നമ്മുടെ മനസ്സിൽ ആ സിനിമയും ഗേളി എന്ന കഥാപാത്രവും ആ ഒരു അമ്മൂമ്മയും ഫാസിൽ സാറിന്റെ ഒരു മനോഹരമായ ചിത്രത്തിലെ ഒരു മനോഹരമായ ഗാനം ജെറി മാഷിന്റെ സംഗീത സംവിധാനത്തിൽ എനിക്ക് അദ്ദേഹത്തിന്റെ 1-2 വർക്കിൽ പാടുവാൻ സാധിച്ചു. വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്ന ഒരു വല്ലാർ പാടത്തമ്മ. അങ്ങനെ ഇപ്പൊ അദ്ദേഹം അങ്ങനെ ഇപ്പൊ സജീവമായിട്ടില്ല, പക്ഷെ തിരിച്ചു വരണം എന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് എത്രയോ നല്ല പാട്ടുകൾ, ഈ പാട്ടൊക്കെ പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ അല്ലെ, എത്രയോ നല്ല പാട്ടുകൾ അദ്ദേഹത്തിന്റെ ഉണ്ട്. മോള് ഇങ്ങനെ ഒരു സോങ് സെലക്ട് ചെയ്ത് അത് ഈ നൊസ്റ്റാൾജിയ റൗണ്ടിൽ ഏറ്റവും ആപ്റ്റായ ഒരു സോങ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല മോളെ, എപ്പോ കേട്ടാലും നമുക്ക് എത്ര തവണ കേട്ടാലും ഏതോ ഒരു ലോകത്തോട്ട്, പ്രത്യേകിച്ച് ഉറങ്ങാൻ പോകുമ്പോഴോ ഒന്ന് ശാന്തമായിട്ട് ഇരിക്കാൻ തോന്നുമ്പോഴോ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലെ എല്ലാ ടെൻഷൻസും പോകും, വിഷമങ്ങളും പോകും. അത്തരത്തിൽ സുഖകരമായ ഒരു പാട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ മോള് പാടി. പിന്നെ അങ്ങനെ എന്തെങ്കിലും പറയാനാണെങ്കിൽ എന്നിൽ നിന്നും നീലപ്പീലികൾ വീശിയോ ഒക്കെ ഒരു ചെറിയ പിച്ചൗട്ട് ചെറുതായിട്ട് അത്രേ തോന്നുള്ളൂ കേട്ടോ. ഓക്കെ, ബിൻഹ, എനിക്ക് ഒരുപക്ഷെ ബിൻഹ കണ്ണോട് കണ്ണോരം പാടിയതിനു ശേഷം മോളുടെ ഏറ്റവും നല്ല പെർഫോമൻസ് ആയിട്ട് തോന്നുന്നത് ഇന്നത്തെ പാട്ടാണ്. അസലായിട്ട് പാടി മോളെ, ഒരു തെറ്റുകളും പറയാനില്ല. ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് ആദ്യം ഓർമ്മ വരുന്നത് സ്കൂൾ കാലഘട്ടമാണ്. ഒരുപക്ഷെ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻസിനല്ല പൊതുവേ ഏറ്റവും കൂടുതൽ പാട്ട് കേട്ടിരുന്ന പാട്ടാണിത്. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്നും ഈ പാട്ടിന് ഈ നിത്യയൗവനം എന്ന് പറഞ്ഞ പോലെ എന്നും ഈ പാട്ടിന്റെ പുതുമ നശിക്കുന്നില്ല. ഇപ്പോൾ വളരെ സർപ്രൈസിംഗിൽ ഇപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഷൂട്ടിന് വരുന്നതിന് മുമ്പ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നദിയ ചേച്ചി ഉണ്ടായിരുന്നു.
അപ്പൊ നദിയ ചേച്ചി ഈ പാട്ട് പോലെ തന്നെയാണ്, അന്ന് കണ്ട പോലെ തന്നെയാണ് ഇന്നും, ഒറ്റ മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പൊ അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പാട്ട്, ഓൾ ടൈം ഫ്രഷ് സോങ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മോളെ റെൻഡർ ചെയ്തു. മെയിൻ ആയിട്ട് മോളുടെ സിംഗിങ്ങിനും മോളുടെ ശബ്ദത്തിനും ചേർന്ന ഒരു പാട്ട്. അതുകൊണ്ട് സ്പെഷ്യൽ താങ്ക്സ് ടു ഐഷ ആൻഡ് ഉണ്ണിമായ ഫോർ സപ്പോർട്ടിങ് ആൻഡ് ഹാർമണീസ്. വെരി ഗുഡ്, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു അനുപേട്ട. ബിൻഹ കുട്ടി നല്ല കമന്റ്സ് ആണല്ലോ. അപ്പൊ നമുക്ക് മാർക്സ് എങ്ങനെയുണ്ട് നോക്കാം. ബിൻഹ, സ്റ്റാർട്ട് വിത്ത് അനുപേട്ട ഓൺ 30. മോളെ ഞാൻ 28.25 ഓൺ 30, പിന്നെ 3.75 ഔട്ട് ഓഫ് 4 താങ്ക് ഫോർ യു സ്റ്റൈൽ അനുപേട്ട. ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ്. താങ്ക് യു. റിം ചേച്ചി 28.25, 2.75 വേണം, 5 വേണോ, 0.25 വേണോ? ബിൻഹ പറയുന്ന പോലെ പറഞ്ഞ വേവറ ഇപ്പൊ സമയം പോകും. എന്ത് മതി? ഓ 1.5 അയ്യോ പ്ലസ് 1 2.5. 2.5 ഓൺ 3. ബിചേട്ടാ 28 on 30 and 2.75 on 3 for expression. താങ്ക് യു ബിചേട്ടാ. ബിൻഹ കുട്ടി, യുവർ ടോട്ടൽ സ്കോർ ഈസ് 93.5 ഓൺ 100. ഫിഫ്ത് സ്റ്റേജില് നല്ലൊരു മാർക്ക് ഇത് തന്നെയാണ് അല്ലേ? ഇനിയും ഉണ്ടല്ലോ പെർഫോമൻസുകൾ. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു അല്ലേ? അപ്പം ബിൻഹ അടുത്ത സ്റ്റേജിൽ കാണാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ.